Dr. C.S. Padi, Dr. C.S. Padi. Please, Margaret, take one more. പ്രശസ്ത സൈനികനായ ശ്രീ നൂറനാഥ് ആശംസകൾ നടത്തിയാണ് ഡോക്ടർ ലീലാമ, ഡോക്ടർ ശിവകുമാർ, ഒപ്പം ഡോക്ടർ ദിലീപ് ചന്ദ്രൻ, റിപ്പോർട്ട് അവതരിപ്പിച്ച ഡോക്ടർ ശ്രീവ, ഡോക്ടർ റിജി കുമാർ, ഈശ്വരദാസൻ നടത്തിയ പ്രിയമുള്ള പത്തനംതിട്ടയിലെ മെഡിക്കൽ ഓഫീസർമാരെ, പ്രിയമുള്ളവരെ, ഭാഷ സ്നേഹിക്കും. മഴയായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് ഞാൻ വന്നത്. ഞാൻ വിചാരിച്ചു ഇവിടെ ആരും കാണുന്നില്ല. തിരുവനന്തപുരത്തൊക്കെ മഴയായി കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറവാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ പറയും ഈ മലയാളിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, മലയാളിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു പ്രശ്നം എന്ന് പറയുന്നത് എത്ര വെയിൽ കഴിഞ്ഞിട്ട് വേനലിന്റെ തീക്ഷ്ണമായ അവസ്ഥകളൊക്കെ കഴിഞ്ഞിട്ട് ആദ്യത്തെ മഴ അയാൾ സ്വാധീനിച്ചു. നല്ല മഴ, പുതുമഴ, മണ്ണ് നനഞ്ഞു, മണ്ണിൽ നിന്ന് മണ്ണിന്റെ ഗന്ധം ഉയർന്നു എന്നൊക്കെ പറയും. അടുത്ത ദിവസം മഴ പെയ്യുമ്പോൾ ഇയാൾ ബസ് സ്റ്റോപ്പിലാണെങ്കിൽ, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ബസ് വരാൻ താമസിക്കുകയാണെങ്കിൽ, മുട്ടിഞ്ഞ മഴ, നശിച്ച മഴ എന്ന് പറയും. അമൃത വർഷണിയായ മഴയെ ശമിക്കുന്ന ലോകത്തെ ഒരേ ഒരു ഗ്രൂപ്പ് മലയാളികളുടേതാണ് എന്ന സുഹൃത്ത് പറഞ്ഞപ്പോൾ സത്യമില്ലാതില്ലാന്ന് എനിക്ക് തോന്നിയില്ല. എന്തായാലും ഈ ഹാള് നിബിഡമായിരിക്കുന്നു. നിങ്ങൾ വളരെ ആവേശപൂർവ്വം വന്നിരിക്കുന്നു. ഇതുപോലൊരു സ്മരണിക പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്നെ ആകർഷിച്ചതിലെല്ലാം ഉപരി ഇതിന് നൽകിയ പേരാണ് ഓമൽ മലയാളം. ഓമൽ മലയാളം. ഓമൽ മലയാളത്തെ എന്തു ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ട് കവിത എഴുതിയ ഒരു കവിയുണ്ട്. നിങ്ങൾ എന്റെ ഓമൽ മലയാളത്തെ എന്ത് ചെയ്തു? അത് പലരും ചോദിക്കുന്നതായിട്ടാണ് ആ കവിത. വീണഭൂവിന്റെ ശിരസ് ചോദിക്കുന്നു. വീണഭൂവിന്റെ ശിരസ് കുമാരനാശൻ, മഹാകവി കുമാരനാശൻ, വിശ്വമഹാകവി കുമാരനാശൻ. പ്രേമ സംഗീത നഭസ് ചോദിക്കുന്നു. ഉള്ളൂ. അങ്ങനെ മലയാളത്തിലെ മുഴുവൻ തൊട്ടപ്പന്മാരും ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ നമ്മുടെ ഓമൽ മലയാളത്തെ എന്തു ചെയ്തു? നമ്മൾ അവർക്കൊക്കെയുള്ള ഉത്തരമായി ആ ഓമൽ മലയാളത്തെ അണിയിച്ചൊരുക്കിയിരിക്കുന്നു. മഴ കാരണം മാത്രമാണ് നിങ്ങൾ കൈയടിക്കാത്തതെന്ന് എനിക്കറിയാം. തണുത്തു, രാത്രിയിലൂടെ AC-യും. നമ്മൾ ഓമൽ മലയാളത്തെ അലങ്കരിച്ചിരിക്കുന്നു, അണിയിച്ചൊരുക്കിയിരിക്കുന്നു. അഭിമാനപൂർവ്വം നമുക്ക് ഈ നിമിഷത്തെ നമ്മുടെ മനസ്സിലെ ശാശ്വത നിമിഷങ്ങളിൽ എടുത്താവും. മലയാളത്തെ കുറിച്ച്, മലയാളത്തിന്റെ നോഡൽ ഓഫീസറായിട്ട് വരുമ്പോൾ മലയാളത്തെ കുറിച്ച് സെക്രട്ടേറിയറ്റിൽ വെച്ച് ഹാളിലും സൗത്ത് കോൺഫറൻസ് ഹാളിലും ഒക്കെ നിങ്ങളെ വളരെ ദൂരങ്ങളിൽ നിന്ന് വിളിച്ചു കൂട്ടി ഇതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതിന് ഇത്രയേറെ പ്രചാരണം ഉണ്ടാകുമെന്നും ഇത്രയേറെ കർമ്മോന്മുഖമായ പ്രവർത്തനങ്ങളിലേക്ക് പോകുമെന്നും ഞാൻ ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് സത്യം. പറഞ്ഞ പോലെ ഒരുപാട് പേര് ഇതിന്റെ ഭാഗമാകട്ടെ. ഈ കോഡ് ഓഫ് കോണ്ടക്ട് നിൽക്കുന്നതുകൊണ്ട്, ഇലക്ഷന്റെ പെരുമാറ്റച്ചട്ടം നിൽക്കുന്നതുകൊണ്ടാണ് വലിയ മഹാരഥന്മാർ ഇത് ഉദ്ഘാടനം ചെയ്യാൻ എത്താതെ പോയത്. പെരുമാറ്റച്ചട്ടം ഒരു തരത്തിൽ സുഖവും ഒരു തരത്തിൽ അസൗകര്യമായിരുന്നു. എന്നാൽ ഒരുപാട് കാര്യങ്ങൾക്ക് എനിക്ക് രേഖപ്പെടുത്തി വന്നു. എനിക്ക് പെരുമാറ്റച്ചട്ടം വലിയ വിഷയമല്ല. നഴ്സുമാരുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനൊക്കെ അവസരം, കാരണം മുഖ്യമന്ത്രി ആണത് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ
ഇത് സമ്മാനിക്കുന്ന ഒരു ആശയം വായനയാണ്. ഇതിന് വായിക്കണം. ഇത് ഇതിനകത്ത് എന്താണ് എന്ന് എനിക്ക് നോക്കിയാലേ അറിയുന്നു. എന്റെ തന്നെ ഒരു സന്ദേശം കൊടുത്തിട്ടുണ്ട്. അതിപ്പോഴാണ് പിന്നീട് കാണുന്നത്. അപ്പോ വായന നമുക്ക് നഷ്ടമായി. ജർമ്മൻ കവിയായ ബർത്തോൾട്ട് എന്ന് പറഞ്ഞ ജർമ്മൻ കവി പറഞ്ഞത്, ഹേ പട്ടിണിയായ മനുഷ്യ, നിനക്കിതാ ഒരു പുതിയ ആയുധം. എന്താണത്? പുസ്തകം. പട്ടിണിയായ മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുധമായി പുസ്തകത്തെ മാറ്റിയിരിക്കുന്നു. ഇത് ഈ പ്രശ്നം കഴിഞ്ഞിട്ട് കൊടുക്കുന്നത്. കാരണം ഇപ്പം സംഭവിക്കുന്ന വേറൊരു പ്രശ്നമാണ് ഈ പുസ്തക പ്രകാശനമൊക്കെ നടത്തിയിട്ട് വലിയ കാശൊക്കെ മുടക്കി ഗംഭീരമായിട്ട് ഇയാള് പുസ്തക പ്രകാശനം നടത്തിയിട്ട് പുസ്തകം പ്രകാശനം ചെയ്ത ആദ്യത്തിന്റെ പുസ്തകത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന സമയത്ത് ഈ പുള്ളി തന്നെ അതേപോലെ കാശ് മുടക്കി ചായ വിതരണം നടത്തും. ആ സമയത്ത് ഇയാളുടെ പുസ്തകം ഗംഭീരമായിരിക്കുന്നു. മലയാള സാഹിത്യത്തിലെ ഒരു 10 പുസ്തകങ്ങളിൽ ഒന്നായി മാറും എന്നൊക്കെ മറ്റേ പുള്ളി പറയുകയാണ്. അപ്പൊ ആളുകൾ ചായ കുടിക്കി, ഇല്ല എനിക്ക് വിത്തൗട്ടാണ്, ഇതല്ല കാപ്പി കിട്ടോ, ഈ വാഴയ്ക്കൊപ്പം ചതഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിൽ അത് ആരും കാണാതെ പോവുകയും ചെയ്യും. സാധാരണ പുസ്തക പ്രകാശന സ്ഥലത്തൊക്കെയാണ് ഒരുപാട് പ്രശംസകൾ പറയുന്നത്. പ്രശംസകൾ മാത്രമല്ല, സത്യത്തിന്റെ അംശമുള്ള സ്ഫുലിംഗമുള്ള വാചകങ്ങളും ഉണ്ടാകും. അതൊക്കെ റെക്കോർഡ് ചെയ്യുന്നതാണ്. ഒരാളുടെ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ മോഹനൊക്കെ അത് അറിയാമായിരിക്കും അല്ലേ? പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ അതിനെ കുറിച്ച് പഠിച്ചിട്ടാണ്. ഞാൻ ഈ പുസ്തകം വായിക്കാൻ സമയം കിട്ടിയില്ല, ഇവിടെ വെച്ച് മറിച്ചു നോക്കുകയായിരുന്നു, എങ്കിലും പറയാമെന്ന് പറഞ്ഞ് അതൊക്കെ രാഷ്ട്രീയക്കാരാണ്. അപ്പോ എന്റെ 93-ൽ എന്റെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യുമ്പോൾ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി E.T. മുഹമ്മദ് ബഷീർ MK സാനുവിന് കൊടുത്തുകൊണ്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അദ്ദേഹം ചില അസൗകര്യങ്ങളൊന്നും വന്നില്ല. പക്ഷെ കണിയാപഞ്ചായത്തിന് കൊടുത്തുകൊണ്ട് 93-ൽ. അപ്പൊ ഈ മന്ത്രി അന്ന് പിന്നെ എന്താ ഇതിലവര് പോകുമല്ലോ, ഹജ്ജിനോ എന്തോ പോയിട്ട് വന്ന് മുണ്ടനമൊക്കെ ചെയ്ത് വന്ന സമയമാണ്. അദ്ദേഹത്തിന് പുസ്തകം വായിക്കാൻ പറ്റിയില്ല. പക്ഷേ E.T. മുഹമ്മദ് ബഷീറിന്റെ പ്രത്യേകതയാണ്, അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ഇതിൽ അവസാനത്തെ പേജിലെ ഒരു കവിത, വളരെ ലളിതമായ ഒരു കവിത, കവികളെ കുറിച്ചുള്ള ഒരു കവിത വായിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വായിച്ചില്ല എന്ന് പറഞ്ഞില്ല, എനിക്കറിയാം അദ്ദേഹത്തിന് അപ്പോഴാണ് കൊടുത്തത്. അദ്ദേഹം പറഞ്ഞു, കവികൾ മാനവഹൃത്തിൻ ഗൂഢസ്പന്ദനമറിയുന്നു, കവികൾ തുടുത്ത മുഖങ്ങൾ ചോരയിൽ മുക്കി വരയ്ക്കുന്നു. ഞാൻ അന്തം വിട്ടുപോയി. അദ്ദേഹം പെട്ടെന്ന് പഠിച്ചിരിക്കുന്നു. കവികൾ സത്യത്തിന്റെ മുഖമറിയുന്നവർ, കവികൾ നമ്മുടെ പ്രവാചകന്മാർ, അറിവിൻ താരങ്ങൾ എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അതാണ് രാഷ്ട്രീയക്കാരുടെ ഒരു മിടുക്കും വൈദഗ്ധ്യവും. അവരിത് വായിച്ചില്ലെങ്കിൽ പോലും അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തോന്നുകയില്ല. പക്ഷേ ആ സമയത്താണ് ഏറ്റവും നല്ല അതിനെക്കുറിച്ചുള്ള കണ്ടെത്തലുകളുടെ അഗ്നിസ്ഫുലിംഗങ്ങൾ പ്രധാന പ്രഭാഷകന്മാർ പറയുന്നു. പിന്നെ വെറുതെ പറയുന്നവരുമുണ്ട്. പണ്ടൊരാളുടെ പുസ്തക പ്രകാശനത്തിനൊരാൾ പറഞ്ഞു, ഇദ്ദേഹം നമ്മുടെ പ്രധാന എഴുത്തുകാർത്തിൽ പെടുന്നു. ആദ്യത്തെ പുസ്തകമാണ്. പക്ഷെ പുള്ളി പറഞ്ഞു പ്രധാന എഴുത്തുകാർ. പിന്നെ പറഞ്ഞു, മലയാളത്തിലെ ഏതൊരു നോവലിസ്റ്റിന്റെയും ഏതൊരു നോവലിന്റെയും ഒപ്പം വയ്ക്കാൻ ഈ കൃതി അതിന് മികച്ചതാണ്, അതിന് ഡിസേർവിംഗ് ആണ്, അതിന് അർഹമാണ് എന്നും പറഞ്ഞു. എന്നിട്ടും അദ്ദേഹം നിന്നില്ല. അദ്ദേഹം പറഞ്ഞു, മലയാളത്തിലെ 5 നല്ല നോവലുകൾ ഏതെന്ന് ചോദിച്ചാൽ ഞാൻ ഒന്ന് ഇത് പറയും. എഴുതിയ ആളുടെ സംശയമായി എവിടെ ചെന്ന് നിൽക്കും. അങ്ങനെ പറഞ്ഞ ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം ഷേക്സ്പിയറിന്റെ തുല്യനാണ്. ഫ്രണ്ട് ഇരുന്ന രമാൻ എഴുന്നേറ്റ് പറഞ്ഞു, ഷേക്സ്പിയറിന് അത് വേണം. തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ചായ കൊടുക്കരുത്, പുസ്തക ഈശ്വരമാണെങ്കിൽ പുസ്തകവും കൊടുക്കരുത്. തത്തോട് പറഞ്ഞത് വായന, പുസ്തകം അത് ഒരു പുതിയ ആയുധമാണ്, അതൊരു നല്ല മൂർച്ചയുള്ള ആയുധമാണ്. നമുക്കിപ്പോ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മളിൽ നിന്ന് വായന ഒരുപാട് അകന്നുപോയി. സത്യമാണ്. പുസ്തകങ്ങൾ വിൽക്കപ്പെടുന്നുണ്ട്, ഒരുപാട് വിൽക്കപ്പെടുന്നുണ്ട്. ഒരു നല്ല പുസ്തകമാണെന്ന് പറഞ്ഞാൽ പുസ്തക പ്രേമികൾ പോയി ആ പുസ്തകം വാങ്ങും. വായിക്കുമോ എന്നുള്ളതാണ് വിഷയം. പറയുമല്ലോ, ഒരു പുസ്തകം വായിക്കേണ്ടെന്ന് കുറച്ച് തീരുമാനമുണ്ടെങ്കിൽ
നമ്മൾ ആ പുസ്തകം വാങ്ങിച്ചോളൂ, സമയമുണ്ടല്ലോ, വായിച്ചോളാം. പക്ഷെ പുസ്തകം ഗ്രന്ഥശാലയിൽ നിന്ന് എടുത്താൽ അത് കൊടുക്കേണ്ട ദിവസം ഫൈൻ കൊടുക്കാതിരിക്കാനെങ്കിലും നമ്മൾ വായിച്ചു. അപ്പോൾ പുസ്തകം വായിക്കാത്തത് ഒരു വലിയ വിഷയമാണ്. നമ്മളിപ്പോ ശ്രേഷ്ഠ ഭാഷയിൽപ്പെട്ടിരിക്കുന്നു, അല്ലെ? ശ്രേഷ്ഠ ഭാഷയിൽപ്പെട്ടിരിക്കുന്നു. വളരെ ഭരണഘടനയിലുള്ള 23 ഭാഷകൾ, അതിലൊന്നാണ് മലയാളം. കറൻസിയിൽ അച്ചടിക്കുന്ന ഭാഷയാണ് മലയാളം. നമുക്ക് 2013 ശ്രേഷ്ഠ ഭാഷ അർഹത കിട്ടി. 2004 മുതലാണ് കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നത്. ശ്രേഷ്ഠ ഭാഷയായിട്ട് അംഗീകരിച്ചപ്പോൾ നമ്മൾ പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള പാരമ്പര്യമുണ്ട്, അല്ലേ? നമ്മൾ പല ഭാഷകളെയും ഉരുമ്മി നിൽക്കുന്നു. പല ഭാഷകളിൽ നിന്നും നമ്മൾ വാർന്നു വീണതാണ്. അത് സംസ്കൃതത്തിൽ നിന്നാണ്, തമിഴിൽ നിന്നാണ്. അങ്ങനെയൊക്കെയുള്ള വലിയ പൈതൃകത്തിന്റെ പതാകകളുള്ള നമ്മൾ ശ്രേഷ്ഠ ഭാഷ പദവി വാങ്ങിച്ചു. എന്റെ ചോദ്യം അതല്ല, ശ്രേഷ്ഠ ഭാഷയാണ് നമ്മുടെ ഭാഷ, പക്ഷെ നമ്മുടെ സംസ്കാരമോ എന്നുള്ളതാണ്. ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളിനെ കിട്ടിയിട്ടില്ല. ഏതിന്റെ കാര്യമാണെന്ന് ഞാൻ പറയേണ്ടല്ലോ. നമ്മുടെ സംസ്കാരം എന്തായിരുന്നു? എത്ര പൂജ്യത്തെ ദേവത, അല്ലേ? എത്ര പൂജ്യത്തെ ദേവത. അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവുമെന്ന് സംശയം തോന്നി. നമ്മുടെ പ്രിയപ്പെട്ട കവി വി മധുസൂദൻ നായർ ന്യായമായ സംശയമാണ്. പലർക്കും അത്തരം സംശയങ്ങളുണ്ട്. ജീവിതത്തെ കുറിച്ച് നിർവചിച്ചപ്പോൾ സുഖ ദുഃഖങ്ങളുടെ ഘോഷയാത്രയാണ് ജീവിതം എന്ന് പറഞ്ഞത് ആരാണ്? ടോൾസ്റ്റോയാണ്. സുഖ ദുഃഖങ്ങളുടെ ഘോഷയാത്രയാണ് ജീവിതം എന്നാൽ ജനന മരണമാം തീവണ്ടി യാത്രയ്ക്കിടയ്ക്കുള്ള വേളയാം എന്ന് നാലാക്കൽ പറഞ്ഞത് വളരെ വളരെ ലളിതമാണ്. ജീവിതം എന്നാൽ ജനന മരണമാം തീവണ്ടി യാത്രയ്ക്കിടയ്ക്കുള്ള വേളയാം. നമ്മൾ ജനനം എന്ന സ്റ്റോപ്പിൽ നിന്ന് കയറുന്നു, മരണം എന്ന സ്റ്റോപ്പിൽ ചെന്ന് ഇറങ്ങുന്നു. ഇതിനിടയ്ക്കുള്ള ഒരു യാത്രയാണ്, തീവണ്ടി യാത്രയാണ് ജീവിതം എന്ന് നാലാക്കൽ പറഞ്ഞത്. ടോൾസ്റ്റോയ് പറഞ്ഞത് സുഖദുഃഖങ്ങളുടെ ഘോഷയാത്രയാണ്. അപ്പോൾ ടോൾസ്റ്റോയ് ഇങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലാവുന്ന സംശയം തോന്നിയിട്ടാണ് ശ്രീവാനന്ദി പറഞ്ഞത് കുറച്ചുകൂടെ ലളിതമായിട്ട്. ശ്രീവാനന്ദത്തിൽ സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്ക് ഒരു പെൻഡുലമാടുന്നു. അത് എഞ്ചിനീയറാണ്. പെൻഡുലം ആടുന്നു, അത് ജീവിതം. ഒരേ സംശയം തോന്നിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് നാരിയെ പൂജിപ്പതെങ്ങ് അങ്ങ് ദേവതാരാമം. നാരിയെ പൂജിപ്പതെങ്ങ് അങ്ങ് ദേവതാരാമം എന്നാണ്. ആ സംസ്കാരത്തിൽ നിന്ന് നമ്മൾ എവിടെ പോയിരിക്കുന്നു എന്നുള്ള ചോദ്യം ഇത്തരം സന്ദർഭങ്ങളിൽ ഉയർന്നു വരികയാണ്. അതിന്റെ ഉത്തരമാണ് പുസ്തകം. ബർത്തോൾഡ് പറഞ്ഞതുപോലെ അതിന്റെ ഉത്തരമാണ് പുസ്തകം. പുസ്തകം ഒരു ആയുധമാണ്, പുസ്തകം ഒരു ആശ്രയമാണ്, പുസ്തകം നമ്മുടെ അഭിനിവേശവും ആകേണ്ടതാണ്. നമ്മൾ വായനയിലേക്ക് തിരിച്ചു പോകേണ്ടിയിരിക്കും. മലയാളത്തിൽ നിന്നും നമ്മൾ അകന്ന് ഇംഗ്ലീഷിലൊക്കെ പോയിട്ട് വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. സാംസ്കാരികമായ മാറ്റങ്ങളുണ്ടായി. മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് നമ്മൾ പോയതിനു ശേഷമാണ് ഇംഗ്ലീഷിൽ ഇവിടെ പെട്ടുപോയത്. കാരണം സെക്രട്ടേറിയറ്റിൽ ഒരു പഴയൊരു സുഹൃത്തുണ്ടായിരുന്നു. അയാൾ എവിടെ വെച്ച് കാണുമ്പോഴും ഞങ്ങളെയൊക്കെ കാണുമ്പോൾ ചോദിക്കും ഹലോ ഹലോ എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം പറയുന്ന ഹലോ എന്നൊക്കെ കേട്ട ഇംഗ്ലീഷുകാർ ഇവിടെ പെട്ടുപോകാതിരിക്കുന്നത്. ഹലോ എന്നിട്ടോ യു ആർ ഹലോ. ഞങ്ങൾ 2-3 പേരായിട്ട് പോകുമ്പോഴേ പക്ഷെ പുള്ളി ചോദിക്കുന്ന യു ആർ ഹലോ. പണ്ട് ഒരാൾ പറഞ്ഞില്ലേ, അപ്പുറത്ത് അവർ 2 പേരുണ്ടായിരുന്നു, ഇപ്പുറത്ത് ഞാനും അയ്യനും എന്ന് പറഞ്ഞതുപോലെ യു ആർ ഹലോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹത്തോ റിട്ടയർ ചെയ്തിട്ട് എലോണായിട്ട് ഏതോ സല്യൂട്ടിലിരിക്കുകയാണ്. ഇംഗ്ലീഷിനെ സത്യത്തിൽ നമുക്ക് സ്വായത്തമാക്കാതെ തന്നെ ഇംഗ്ലീഷിനോട് തൊട്ടു നിൽക്കുന്ന ഒരു കപട സംസ്കാരത്തിന്റെ പ്രതിനിധികളായി നമ്മൾ മാറിക്കൊണ്ടിരിക്കും. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ ചെന്നപ്പോൾ അവിടെ പല സംഭവങ്ങളുണ്ടായി. ഇതിന്റെ പ്രശ്നം മാത്രമല്ല, പല സംഭവങ്ങളുണ്ടായി. 2 സാഹിത്യന്മാർ എന്ത് പറഞ്ഞു, ആ കാവി ഏതെന്ന് ചോദിച്ചു, ആ കുങ്കുമട്ട സേവ. ഒരാൾ പറഞ്ഞു ഇവിടെ പ്രസംഗിക്കാൻ വന്നാണ്, ഇവിടെ നിന്ന് ഹിന്ദിയിൽ നിന്ന്. ഇവിടെ അയാൾ എങ്ങനെ പ്രസംഗിക്കും, ഏത് ഭാഷയിൽ പ്രസംഗിക്കും? ഇന്ത്യയിൽ നിന്ന് വന്നവർ ഏത് ഭാഷയിൽ പ്രസംഗിക്കും?
ബംഗാളി പ്രസംഗിക്കുന്നു. അപ്പൊ അതിനെ പറഞ്ഞു ഇംഗ്ലീഷ് പ്രസംഗിക്കുന്നതാണല്ലോ പേരോടുകയാണ് ഇംഗ്ലീഷ് പ്രസംഗിക്കുന്നത്. അപ്പൊ മറ്റേ പറഞ്ഞു വേഷമായി ഇന്ത്യക്കാരന്റെ ഇംഗ്ലീഷ് ഗംഭീരമായി. ഇത് സ്വാമിജി കേട്ടു എന്നാണ്. സ്വാമിജി കേൾക്കുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ആർഷ സമ്പത്തിന്റെ ആർഷ സംസ്കാരത്തിന്റെ ഏതോ ചില വിഷയങ്ങളുണ്ട്. എന്താണത്? അദ്ദേഹത്തോട് ഒരു വലിയ പുസ്തകം കൊടുത്തിട്ട് അതിങ്ങനെ വെറുതെ മറിച്ചിട്ട് അദ്ദേഹം തിരിച്ചു. അതിൽ ഏത് പേജിൽ നിന്നോട് ചോദിച്ചോളാം. ഒരിക്കൽ മറിച്ചപ്പോൾ തന്നെ പേജുകൾ മറിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അതിങ്ങനെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുകയും അദ്ദേഹം അത് അവിടെ തന്നെ ഡൗൺലോഡ് ചെയ്യുകയും ചെയ്തു. അതാണ്. അപ്പൊ ഇദ്ദേഹം കേട്ടു. അത്ര ശ്രവണ ദൂരത്തിലായിരുന്നില്ല എങ്കിൽ പോലും സ്വാമി വിവേകാനന്ദ കേൾക്കുകയും അദ്ദേഹം ഈ സാഹിബിന്റെ അടുത്ത് വന്നിട്ട് പറയുകയും ചെയ്തു. അവരുടെ മാതൃഭാഷയാണല്ലോ. Can you use 3 because continuously in a sentence? ഒരു സെന്റൻസിനകത്ത് നിങ്ങളുടെ മാതൃഭാഷയാണല്ലോ. because എന്ന് കണ്ടിന്യൂസ് ആയിട്ട് സാഹിബിന്റെ മാതൃഭാഷയാണ്. പക്ഷെ ബിക്കോസ് എന്ന് പറയുന്നത് ബിക്കോസ് അല്ലല്ലോ. അങ്ങനെ എടുത്ത് ചുമ്മാ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ സാഹിബ് സ്തംഭിച്ചു നൽകി. അദ്ദേഹം പറഞ്ഞു യു കനോട്ട് യൂസ് because continuously, you cannot use continuously because is a conjunction. അതാണ് because എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? because is a conjunction. അദ്ദേഹം പറഞ്ഞു. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ഇതുപോലെ സ്വായത്തമാക്കിയിട്ട് വേണം ഇംഗ്ലീഷിലേക്ക് പ്രവേശിക്കുക. പക്ഷെ നമ്മളും അങ്ങനെയല്ല. നമ്മുടെ പല ആളുകളും ഇംഗ്ലീഷിൽ പറയുമെങ്കിലും അവരാരും ഇന്നുവരെ ഒരു മുഴുവൻ വാചകം പറഞ്ഞിട്ടില്ല. മിക്കത് മുഴുവൻ വാചകങ്ങളായിരിക്കും പറഞ്ഞാൽ തന്നെ. വളരെ എളുപ്പമല്ലേ ഇംഗ്ലീഷ് സംസാരിക്കാൻ? താങ്ക് യു അല്ലെങ്കിൽ ഒരു പാട്ട് പാടിയാൽ ഗുഡ്, എക്സലന്റ്, നത്തിങ്, ഡസ് ഇറ്റ് മൈൻഡ്, ഡോണ്ട് വറി എന്നൊക്കെ പറഞ്ഞാൽ അത് ഇംഗ്ലീഷാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം കള്ളം പറയാൻ സൗകര്യമുള്ളൊരു ഭാഷ ഇംഗ്ലീഷ് ഭാഷ. എൻ്റെ വളരെ കാലം മുമ്പ് പ്രശസ്തനായ ഒരു സംവിധായകൻ, കേരളത്തിൽ പ്രശസ്തനായ, ഇന്ത്യയിൽ പ്രശസ്തനായ ഒരു സംവിധായകൻ, പ്രായമുള്ള സംവിധായകൻ, അദ്ദേഹവുമായിട്ട് ഞാൻ ചില കഥകളൊക്കെ അനൗപചാരികമായി ഡിസ്കസ് ചെയ്യുമായിരുന്നു. അത് വലിയ അബദ്ധമായി പോയെന്ന് പിന്നെയാണ് മനസ്സിലായത്. സിനിമയിലെ ഏറ്റവും അധികം പ്രശ്നം നമ്മൾ ഈ കഥ പറയുകയാണ്. കഥ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കഥ കേട്ട് കഴിഞ്ഞാൽ ആ കഥ അവരെടുത്തു കഴിഞ്ഞാൽ അത് സിനിമയായി വന്നു കഴിഞ്ഞാൽ നമുക്ക് പോലും മനസ്സിലാവത്തില്ല അത് നമ്മുടെ കഥയാണ്. കഥ ആയിരുന്നു അദ്ദേഹത്തിനത് രൂപാന്തരപ്പെടുത്തിക്കളി മിടുക്കമാണ്. പക്ഷേ ഒരു ദിവസം ഇദ്ദേഹം പറഞ്ഞു, സുദർശൻ ബുധനാഴ്ച ഫ്രീ ആണോ? എന്താണ്? നമുക്കൊരു സിനിമ കാണാൻ പോവാം ശ്രീമാതി. നമ്മുടെ എന്താണ് ഓസ്കാർ അവാർഡിന് 5 സെലക്ഷനിൽ വന്ന ഒരു സിനിമയാണ്. മോൻ പറഞ്ഞത് കാണണമെന്ന്. ഞങ്ങൾ പോവാം. ഞങ്ങൾ പോയി സിനിമ തുടങ്ങി. സിനിമ തുടങ്ങിയ ഫ്ലൈറ്റിൽ നിന്നാണ്. പിന്നെ ഫ്ലൈറ്റ് ഒരു ബഹളമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലാവില്ല എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഞാൻ MA ഇംഗ്ലീഷായിരുന്നു എൻ്റെ വിഷയം. അതുവരെ ഞാനത് വളരെ സിനിമ കാണുന്നവരെ അത് ചോദിച്ചിട്ട് പറയുമായിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇനി ഇത് പറയണ്ട ഞാനത് തീരുമാനിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. ഇൻട്രോയിലായി ഞങ്ങൾ പുറത്തിറങ്ങി. എന്നോട് ചോദിക്കുന്നു ചായ കുടിക്കാനായിട്ട് പുറത്തിറങ്ങി. എന്നോട് ചോദിക്കുന്നു സുദർശന്റെ ചായയാണോ കോഫിയാണോ? ഞാൻ തെറ്റിയിരുന്നു. അദ്ദേഹത്തിന് വിഷമം കാണും. 10 നൂറ്റാണ്ടിരുന്ന് മുഴുവൻ അന്നത്തെ കാലത്ത് ചെറുതായി എന്നെ കൂടെ കൊണ്ടുപോയി സിനിമ കണ്ടു. ഒരു അക്ഷരം മനസ്സിലാവുന്ന വിഷമത്തില്ലേ? ചായയാണോ കോഫിയാണോ? മതി കോഫിയാണ്. ആവി പാറുന്ന കോഫി മൊത്തി കുടിക്കുമ്പോഴും അദ്ദേഹം സംസാരിക്കുന്നില്ല, ഗൗരവത്തില്ല. അങ്ങനെ ഗൗരവമുള്ള ആളുമല്ല. ഞാനെന്തോ തെറ്റി. ഞാൻ വിചാരിച്ചു അങ്ങനെ വിട്ട കൊള്ളത്തില്ലല്ലോ. ചേട്ടാ ഫിലിം എങ്ങനെയുണ്ട്? സിനിമയിൽ അങ്ങനെയാണ് വിളിക്കുക. പൂക്കൻ്റെ പ്രായമുള്ള ആളാണെങ്കിൽ ചേട്ടാ വിളിക്കുന്നതാണ്
നമ്മുടെ ഭാവിക്ക് നല്ലത്. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടാ ഫിലിം എങ്ങനെയുണ്ട്? അതേ ഗൗരവം, അന്തരീക്ഷത്തിന്റെ മുഴുവൻ ഗൗരവവും സ്വാംശീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കോൺസെപ്റ്റ് പക്ഷേ ട്രീറ്റ്മെന്റ് പോലെ. എനിക്ക് സിനിമ കുറച്ചൊക്കെ പിടികിട്ടിയായിരുന്നു, കുറച്ചൊക്കെ പിടികിട്ടി, പക്ഷെ ഇതൊന്നും പിടികിട്ടി. പറഞ്ഞല്ലോ, കള്ളം പറയാൻ പറ്റിയ ഏറ്റവും നല്ല ഭാഷയാണ്. മലയാളത്തിൽ പറഞ്ഞാൽ അതിന് ശരിയാവത്തില്ല. മലയാളത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മലയാളത്തിൽ നമ്മുടെ മനസ്സിലുള്ളത് പുറത്തു വരും. എന്താ വിശേഷം, എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ ചോദിച്ചാൽ കേൾക്കുന്ന ആളിന്റെ മനസ്സ് നമുക്ക് അപ്പൊ ആ ഉത്തരത്തിൽ നിന്ന് അറിയാം. അതാണ് മലയാളത്തിന്റെ പ്രശ്നം. നല്ല വിശേഷം, നല്ല വിശേഷം, ഹാപ്പിയാണ്, നല്ല വിശേഷം. ചിലർ പറയുന്നത് എന്നാ വിശേഷം, അല്ലാത്ത ഹാപ്പിയല്ല. വേറെ ചിലർ പറയുന്നത്, തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ പറയുന്നത് നമുക്കൊക്കെ എന്തോ വിശേഷം, നമുക്കൊക്കെ എന്തോന്ന് വിശേഷം. അതിനകത്ത് ചെറിയ മുനയുണ്ട്. ആ മുന കുറച്ചുകൂടെ തിരുവനന്തപുരം കുറച്ചുകൂടെ അങ്ങോട്ടൊക്കെ മാറിയ മുന കൂടും. ചെറിയ ചോദിക്കും, എന്താ വിശേഷം? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അതാണ് മലയാളം. മലയാളം സുതാര്യമാണ്, മലയാളത്തിൽ നിഷ്കളങ്കമാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കി. മലയാളം നിഷ്കളങ്കമാണ്. മലയാളത്തിൽ കളങ്കമില്ല. മലയാളത്തിൽ നമ്മളൊന്നും ഒളിക്കുന്നില്ല, ഒളിക്കാൻ കഴിയുകയില്ല. മലയാളം മനസ്സിന്റെ തലങ്ങളിൽ നിന്നും പ്രതലങ്ങളിൽ നിന്നും അതിന്റെ അന്തരാളങ്ങളിൽ നിന്നും അതേപടി ആവിർഭവിക്കുകയും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമുക്കൊക്കെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. കുഞ്ഞുണ്ണി മാഷ് പറയും, എനിക്കൊരു മലയാളം, നിനക്കൊരു മലയാളം, നമുക്ക് അത്ര വലിയ ഒരു മലയാളം. കുഞ്ഞുണ്ണി മാഷ് അത് എടുക്കലാണല്ലോ. മടയൻ കുട്ടിക്കൊരടി, മടയൻ കുട്ടിക്ക് അടി നിർബന്ധമാണ്. അടി മടിയൻ മാഷക്കൊരു ഇടി. മടയൻ കുട്ടിക്കൊരടി, മടിയൻ മാഷക്കൊരു ഇടി, മുടിയൻ മന്ത്രിക്കൊരു വെടി. അതൊന്നും അറിയാം, വെടിയാണോ എന്താണെന്നറിയാം. ആ രീതിയിൽ മലയാളം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഇംഗ്ലീഷിലേക്ക് എത്തി നോക്കുവാൻ നമുക്ക് ഇഷ്ടമാണ്. ഞാനൊരിക്കൽ ഒരു ഫെസ്റ്റിവൽ, ഒരു ഓണക്കാലത്ത് എന്നോട് പത്രം ഒരു ലേഖനം ചോദിച്ചു, ഒരു വിഷയത്തെ കുറിച്ച് എഴുതാൻ പറഞ്ഞു. ഞാൻ മുണ്ടിനെ കുറിച്ചാണ് എഴുതിയത്. മുണ്ട് മലയാളിയുടെ മനോഹരമായ വേഷമല്ലേ. ഇവിടെ തന്നെ എത്ര പേര് എൻ്റെ മലയാളത്തിലുള്ള വേഷത്തിൽ ഇരിക്കുന്നു. എന്നാളുകളുടെ പ്രസംഗം DHS-ലാണ് പ്രസംഗിക്കാൻ പോയപ്പോൾ ചെറുപ്പക്കാരെല്ലാം കോടി മുണ്ട് കറുത്ത ഷർട്ട് കൊണ്ടിരിക്കുന്നു. 10-20 പേര്. ഞാൻ വിചാരിച്ചു ഞാൻ വരുന്നോണ്ടാണ് കരിദിനമായിട്ട്. അപ്പൊ ഒരാൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്ത് പറ്റി? ഒരാൾ പറഞ്ഞു പ്രേമത്തിലാണ്. അതല്ല, ഈ സ്വയംവരം എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതില് പിന്നെ ആരോ ഒരേ വേഷത്തിൽ ചെന്നു എന്നാണ്. അതിൽ കറക്റ്റ് ആളിന് ആരടുത്തായിരുന്നു ആരോടോ ഒരേ വേഷത്തിൽ ചെന്നു എന്നാണ്. അതിന് കണ്ടുപിടിക്കണം. അങ്ങനെ വല്ലതും നടക്കുകയാണ് അതിന്റെ കൂടെ എനിക്ക് സംശയം. അപ്പൊ നമുക്ക് നമ്മുടേതായ വേഷമുണ്ട്. ഞാൻ മുണ്ടിനെ കുറിച്ച് എഴുതി. മുണ്ട് മനോഹരമായ നമ്മുടെ വേഷമാണോ? അഭിമാനാർഹമായ വേഷമാണോ? അല്ലേ? ഇടയ്ക്ക് പെരുമ്പടവും ശ്രീധരൻ ഗൾഫില് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് TV നിങ്ങളും കണ്ടിരിക്കും. എനിക്ക് ആളെ മനസ്സിലായി, ഇതിനെ നല്ല പരിചയമുണ്ടല്ലോ, ഈ പുണ്യ നല്ല പരിചയമുണ്ടല്ലോ വിചാരിച്ചു. അദ്ദേഹം അവിടുത്തെ വേഷത്തിലാണ്. പക്ഷേ പലപ്പോഴും നമുക്ക് നമ്മുടെ വേഷം തന്നെ അവിടെ ഉപയോഗിച്ചാൽ എന്ത് എന്ന് എനിക്ക് അപ്പോൾ തോന്നി. ഒരുപക്ഷെ അവിടുത്തെ കാലാവസ്ഥ കൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്തതായിരിക്കും. മലയാളികളുടെ മനസ്സിന്റെ സുഗന്ധം എഴുത്തിൽ പേറുന്ന അനശ്വരനായ എഴുത്തുകാരനാണല്ലോ പെരുമ്പടവം. പെരുമ്പടവത്തിന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന പുസ്തകം ഇറങ്ങിയ കാലത്ത് തന്നെ ഞാൻ വായിച്ചു. വേണ്ടായിരുന്നു എന്ന് പിന്നെ തോന്നി. കാരണം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. കാണുന്നവരോടൊക്കെ അത് പറയും. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നവരോടൊക്കെ സംസാരിച്ച് ഈ പെരുമ്പടവും
ശ്രീധരൻ അദ്ദേഹത്തിന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന കഥയിലെ ചില ഭാഗങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന്റെ ശിക്ഷ എന്ന് പറയുന്നത് എന്റെ എഴുതുന്ന പുസ്തകം എടുത്തുകൊണ്ടാണ് അത് പോയത്. വായിച്ചിട്ട് അങ്ങനെ 7 പുസ്തകം 7 തവണ പറഞ്ഞതിന്റെ ഫലമായിട്ട് കൊണ്ടുപോയി. ഇപ്പൊ എന്റെ ആ പുസ്തകം ഞാൻ വിചാരിച്ചു ഞാൻ നന്നായിട്ട് വായിച്ചതാണല്ലോ, ഇനി വേണ്ട. എല്ലാവർക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പുസ്തകം കേട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൊണ്ടുപോകും, വായിക്കുമെന്നറിയില്ല. പുസ്തകം വനിതാ വിത്തം പരഹസ്തഗതം. പുസ്തകം വനിതാ വിത്തം. അതുകൊണ്ട് മുണ്ടിനെ കുറിച്ച് ഞാൻ എഴുതി. പഴയ മലയാള ഭാഷയൊക്കെ നല്ല മുണ്ട് ധരിക്കുന്നവരാണ് അല്ലേ? അത് അവരുടെ വേഷത്തിന്റെ ഒരു സൗന്ദര്യ സൗഭാഗ്യം തന്നെ അതിന്റെ ഒരു വെളിപ്പും വർദ്ധിപ്പിക്കുകയാണ്. അപ്പൊ നല്ല ലേഖനമാണ് ഞാൻ എഴുതിയതെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ മുന്നിലെ എല്ലാ വശങ്ങളെ കുറിച്ചും എഴുതി, മുണ്ടൊടുത്ത് പോകുന്നതിനെ കുറിച്ച് എഴുതി. പുരുഷന്മാരുടെ സൗന്ദര്യത്തിന്റെയും പേഴ്സണാലിറ്റിയുടെയും ഭാഗമാണ് മുണ്ട്. മുണ്ടിൽ ഒരുപാട് സാധ്യതകളുണ്ട്, അങ്ങനെയുണ്ട്. മുണ്ട എപ്പോഴും ഇങ്ങനെ തന്നെ ഇട്ടേക്കണമെന്നില്ല. രംഗം വഷളാവുകയാണെങ്കിൽ മുണ്ട് മാറ്റുന്നുണ്ട്, മുണ്ട് വെറുത്ത് കിട്ടും. നിങ്ങൾ കിങ് സിനിമയൊക്കെ കണ്ടവരല്ലേ? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് വേണം മുണ്ടിനെ കുറിച്ച് മനസ്സിലാക്കാം. മുണ്ട് പലതരത്തിൽ ഉപയോഗിക്കാം. താഴ്ത്തി കെട്ടാം, ഉയർത്തി കെട്ടാം, എടുത്ത് തലയിൽ കെട്ടാം. ഇങ്ങനെ പല എല്ലാ ആണുങ്ങളുടെ ആണത്വത്തിന്റെ ചിഹ്നങ്ങളാണ് പരിഗണിച്ച് നോക്കാം. ഇതൊക്കെ ഞാൻ അതിൽ എഴുതി. ഇതെല്ലാം എഴുതിയിട്ട് ആ ലേഖനം വരുന്ന ദിവസം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഭംഗിയായി കൂടുതൽ സ്പേസ് എടുത്ത് നല്ല ലേഔട്ടിൽ ലേഖനം വന്നു. തലക്കെട്ട് എഡിറ്ററുടെ വക, ഇതാണ് മുണ്ട് ഈസ് വണ്ടർഫുൾ. മലയാളം കൊണ്ടുവരാൻ വേണ്ടിയാണ് മുണ്ടും കൊണ്ടുവരാൻ വന്നത്. മുണ്ട് ഈസ് വണ്ടർഫുൾ അദ്ദേഹത്തിന് ഇണ്ട ഇഷ്ടപ്പെട്ടു തോന്നുന്നു. വേറെ ഒന്നും എഴുതാത്ത താല്പര്യം. പറഞ്ഞു വന്നത് മലയാളത്തിന്റെ മനോഹാരിതകളിലേക്കും മലയാളത്തിൽ, കാരണം ഇത് നാട്ടുഭാഷയാണെന്നുള്ള ബോധം നിങ്ങളെപ്പോലെ തന്നെ എനിക്കുമുണ്ട്. കുരിപ്പള്ളി ശ്രീമാന്റെ ഒരു കവിത പോലെ തന്നെ ശീർഷകം പോലെ തന്നെ കറുത്ത നാട്ടുഭാഷയാണ്, പ്രകാശമാനമായ നാട്ടുഭാഷയല്ല. മഴമേഘങ്ങൾ നമ്മളെ നോക്കി നിൽക്കുന്ന, വർഷിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടുഭാഷയിൽ ഞാൻ പ്രസംഗം ഒരുപാട് നേടുന്നില്ല. നമുക്ക് ഒരുപാട് ധന്യതകളുണ്ട്, സൗഭാഗ്യങ്ങളുണ്ട്, മലയാളത്തിൻ്റെതായ സംസ്കാരമുണ്ട്, ഭാഷയുണ്ട്. പക്ഷെ മലയാളം ഉയരുന്നില്ല. മലയാളം വേണ്ട പോലെ ഉയരുന്നില്ല. എന്തുകൊണ്ട്? ജർമ്മൻ ഭാഷ ഉയരുന്നുണ്ട്, ലാറ്റിൻ ഉയരുന്നുണ്ട്, എന്തിന് തമിഴ് പുരോഗമിക്കാം. നിങ്ങൾക്കറിയുമോ, തമിഴ്നാട്ടിൽ ഗവൺമെന്റ് ഒരു പ്രത്യേക സ്ഥാപനം തന്നെയുണ്ട്. അവിടെ ഒത്തിരി ഉദ്യോഗസ്ഥന്മാർ ഇംഗ്ലീഷ് പദം വന്നാൽ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിന്റെ തമിഴ് അപ്പോൾ തന്നെ പുതിയ തമിഴ് പദങ്ങൾ കൂട്ടിച്ചേർക്കാൻ നമ്മൾ അവർ തമിഴിനെ തമിഴാക്കി മാറ്റുകയാണ്, തമിഴാക്കിയാണ് സ്വീകരിക്കുന്നത്. നമ്മളിപ്പോ എല്ലാം ഇംഗ്ലീഷാണ് പറയുന്നത് അല്ലേ? അങ്ങനെ പറയാൻ പറ്റൂ. ബസ് ഡ്രൈവർ എന്നല്ലേ പറയാൻ പറ്റും, അയാൾ വേറെ എന്തെങ്കിലും പറയാൻ പറ്റും, എല്ലാം ഇംഗ്ലീഷിലാണ്. പക്ഷെ അവിടെ ഈ ഭാഷയുടെ അനസ്യൂതമായ പുരോഗതിക്ക് വേണ്ടി അവർക്ക് ഒരു വകുപ്പ് തന്നെയുണ്ട് എന്നാണ്. ഉയർത്തിയാൽ മാത്രമേ ഉയരുകയുള്ളൂ, ഉയർത്തിയാൽ മാത്രമേ ഉയരുകയുള്ളൂ. പഴയ ഒരു തമാശ എനിക്ക് ഓർമ്മ വരികയാണ്. ഞാൻ തന്നെ ഈ തമാശ ഓർത്തിട്ട്, ഇപ്പോ തമാശയില്ല, ഈ സംഭവം ഓർത്തിട്ട് എനിക്ക് തോന്നുന്നു എന്റെ രജത ജൂലി വർഷമാണ്, 25 വർഷമില്ലായിരുന്നു. അതായത് റഷ്യക്കാർ സ്പുട്നിക് കണ്ടുപിടിച്ചിട്ട്, റഷ്യ സ്പുട്നിക് കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് ഒരു പട്ടിയെ കയറ്റി ബഹിരാകാശം കഴിച്ചു. സ്പുട്നിക് കണ്ടുപിടിച്ചിട്ട് അവർക്ക് എന്തോ ഒരു വിശ്വാസക്കുറവുള്ളതാണ്, പട്ടിയെ കയറ്റി ബഹിരാകാശം കഴിച്ചു. എന്നിട്ട് ലോക രാജ്യ പ്രതിനിധികളോട് ഞാൻ ചോദിച്ചു, ഞങ്ങളുടെ അച്ചീവ്മെന്റിനെ കുറിച്ച് ചോദിച്ചു. പറഞ്ഞു, ശാസ്ത്രത്തിന്റെ അഭൂതപൂർവമായ വളർച്ചയെ ഇത് സൂചിപ്പിക്കുന്നു, ശാസ്ത്രത്തിന്റെ അഭൂതപൂർവമായ വളർച്ചയെ ഇത് സൂചിപ്പിക്കുന്നു. ശാസ്ത്രം പുരോഗതിയുടെ പുതിയ സൗവർണ സിംഹാസനങ്ങളിലേക്ക് ഉയരുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു. വേറൊരു രാജ്യത്ത് പറഞ്ഞു, ശാസ്ത്രം മുന്നോട്ട് സൂചിപ്പിക്കുന്നു, ശാസ്ത്രം ജയിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. സാർ അവിടെ ഉണ്ടായിരുന്നൊരു മലയാളിയോട് ചോദിച്ചു. അയാൾ പറഞ്ഞു, എന്ത് പറയുന്നു സ്പുട്നിക്കിൽ ഈ പട്ടിയെ കയറ്റുമ്പോൾ ഒരാഴ്ചയെ കുറിച്ചെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, മലയാളി പറഞ്ഞു, പൊക്കാൻ ആളുണ്ടെങ്കിൽ ഏത് പട്ടിയെ വേണമെങ്കിലും പൊക്കാൻ എന്ന് ഞാൻ മനസ്സിലാക്കി.
എന്നിരിക്കെ നമ്മുടെ ഭാഷ എവിടെ എത്തേണ്ടതാണ്? അതിന്റെ പുരോഗതിക്ക് വേണ്ടി, എന്റെ സംസ്കാരത്തിന്റെ പതാക ഉയർത്തുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഈ ശ്രമമുണ്ടല്ലോ, ഇത് ചെറുതല്ല, ഇത് മഹത്താണ്, ബൃഹത്താണ്, സമുന്നതമാണ്, ഉദാത്തമാണ്, ഉത്കൃഷ്ടമാണ്. അങ്ങനെ ഇതിനെ വാഴ്ത്തിക്കൊണ്ട് എത്ര സമയം വേണമെങ്കിലും പ്രസംഗിക്കാൻ എനിക്ക് പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്നിരിക്കെ ഞാൻ അതിന് മുതിർന്നില്ല. മലയാളത്തിന്റെ സംസ്കാരത്തെയും മലയാളത്തിന്റെ സൗഭാഗ്യത്തെയും മലയാളത്തിന്റെ നന്മകളെയും അതിന്റെ ഇളം കാറ്റിനെയും ചെമ്പകമൊട്ടിനെയും ഹരിനാമ കീർത്തനത്തെയും ആ തിരുവട്ടത്തിനെയും അതിന്റെ എല്ലാവിധമായ സുഗന്ധധാരകളെയും ശ്വസിച്ചുകൊണ്ട് ആത്മാവിലേക്ക് ആവാഹിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്മരണിക അഭിമാനപൂർവ്വം പ്രകാശിച്ചു. വൈവിധ്യങ്ങളായ വിഷയങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് സരളവും ലളിതവുമായ ഭാഷ